ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്നുണ്ടായ രണ്ട് കാര്യങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. BJPയിലെ പോര് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്താനാണ് കെ സുരേന്ദ്രൻ ഇന്നു തുനിഞ്ഞത്. ഇന്നലെ പരിഹാസമായിരുന്നു ഭാവം, ഇന്ന് അവസാന അടവായി ഭീഷണി. എല്ലാവരും പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രസിഡന്റ് കാരണം പാർട്ടി കൂടുതൽ പരിഹസിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ആ പാർട്ടിയിൽ ആരുമില്ലേ? പാലക്കാട്ടെ വലിയ തിരിച്ചടിയിൽ പറഞ്ഞ ന്യായീകരണമൊന്നും നാട്ടിൽ ഏശിയില്ലെന്ന് കെ സുരേന്ദ്രൻ സ്വയം തെളിയിച്ചു. രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ് തൃശ്ശൂരിനെ പറ്റി പറഞ്ഞതാണ്. ചേലക്കര തോൽവിക്ക് കാരണം തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇടതുമണ്ഡലം പിടിച്ചെടുത്ത് പ്രതിപക്ഷാംഗബലം 41-ൽ നിന്ന് 42 ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമായിരിക്കും എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. തോൽവി കഴിഞ്ഞപ്പോൾ വാക്കും മാറി. തകരാറ് തൃശ്ശൂരിലെ പാർട്ടിക്കായി. പാർട്ടിയിൽ ചാമ്പ്യനാവാൻ നടത്തിയ അവകാശവാദം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും വിധമായി മാറിയോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്, ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ. ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രശ്നങ്ങൾ ഈ ചർച്ചയുടെ വിഷയങ്ങളായി കടന്നു വരും. ആദ്യം കെ സുരേന്ദ്രൻ ഇന്ന് മലയാലപ്പുഴയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എന്താണ് സ്വീകരിച്ച സമീപനം, മുമ്പ് പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പെരുമാറിയത് എന്നൊന്ന് കാണാം. മറ്റൊരു കാര്യം, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് ഒരു വിഭാഗം BJPയുടെ കൗൺസിലർമാർ ഒരു വിഭാഗം പാർട്ടി വിടുന്നു. സന്ദീപ് വാര്യർ അടക്കമുള്ള കോൺഗ്രസിന്റെ ആളുകൾ അവരെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ കൗൺസിലർമാരുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണിന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ഈ വിഷയം, ഈ പ്രശ്നങ്ങൾ, പാർട്ടിക്കുള്ളിലെ BJPക്കുള്ളിലെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരോടൊക്കെയാണ് ഈ വിധം അദ്ദേഹം ഇന്ന് സംസാരിച്ചത്. അരുൺകുമാർ എന്തു പറയുന്നു? ഇതിപ്പോൾ ഏറ്റവും ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് കണ്ടതായിട്ട് തന്നെ നടിക്കുന്നില്ല. ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPMന്റെ നേതാക്കന്മാരാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് എല്ലാ ചർച്ചകളും അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബ്രേക്കിംഗ് ന്യൂസും ചർച്ചകളും എല്ലാം ആയിരുന്നേനെ, അത് ദിവസങ്ങൾ നീണ്ടു നിന്നേനെ. പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം കണ്ടില്ലെന്ന് നടിക്കുന്ന, കേട്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി വാർത്തകൾ പുറത്തു വന്നു. 40ഓളം വരുന്ന സംസ്ഥാന നേതാക്കന്മാരായ BJPക്കാരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസുകൾ അവരുടെ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും ഒരു MP, കോൺഗ്രസിന്റെ MPയുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ BJP നേതൃത്വം തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. ഏതെങ്കിലും തരത്തിൽ ആധികാരികമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ആ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ BJPയുടെ നേതാക്കന്മാർ മുമ്പെങ്ങും ഇല്ലാത്ത അസഹിഷ്ണുത കാണിക്കുന്നത് നാം കാണുകയാണ്. ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിന് നയാ പൈസ തന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു. ആകെ 3 ഗ്രാമമല്ലേ ഒലിച്ചു പോയുള്ളൂ, ഇത് വലിയ ദുരന്തമാണോ എന്നതാണ് V. മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി അടക്കം ചോദിച്ചത് നമ്മൾ കേട്ടത്. ഇന്ത്യയിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഏറ്റവും വലുത 3ാമത്തെ ഉരുൾപൊട്ടലാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ആണ് വയനാട്ടിൽ ഉണ്ടായത്. ആ ഉരുൾപൊട്ടലിനെയാണ് ആകെ 3 ഗ്രാമമല്ലേ ഒലിച്ചു പോയോളൂ എന്ന് പറഞ്ഞത്. ഇതുവരെ നയാ പൈസ തന്നില്ല. അതിനെ ന്യായീകരിച്ച് വശം കെടുന്ന BJP നേതാക്കന്മാരെയാണ് നാം കണ്ടത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെടുത്ത് പരിശോധിച്ചാലും
2016 കിട്ടിയ വോട്ടിൽ പോലും എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ലാസ്റ്റ് 8 വർഷത്തിൽ ഒരു വളർച്ചയും ഇല്ലാതെ BJP പുറകിലേക്ക് പോകുന്നതാണ് നാം കണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ടിനേക്കാളെല്ലാം അങ്ങ് പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. 11,000 വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ ചില ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കുമ്പോഴും മറ്റുള്ളവർ ചോദിക്കുമ്പോഴുമെല്ലാം വളരെ ഏകപക്ഷീയമായി ധിക്കാരപൂർവ്വം ഭീഷണിപ്പെടുത്തുന്ന വാചകം തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്ന കാഴ്ച നാം കണ്ടു. ഇപ്പോൾ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടകരയിൽ 3.5 വർഷമായി ED ആ ഫയലിന് മേൽ അടയിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴും വളരെ ഭീഷണിപ്പെടുത്തുന്ന ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അതിൽ വിശദീകരണം ചോദിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അഭിപ്രായം ചോദിക്കും, വോട്ട് കുറഞ്ഞതിന്റെ കാരണം ചോദിക്കും. അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം. അപ്പോൾ അതിൽ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ വലിയ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന, താങ്കളുടെ കൂടെ നിൽക്കുന്ന കൗൺസിലർമാരടക്കം വിഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴും ആ ഭീഷണി മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, ഇത്തരത്തിൽ BJPക്കെതിരെ വർത്താനം പറയുന്ന എല്ലാവർക്കും ഈ ഭീഷണിയുടെ ഒരു വലയത്തിൽ പെടും എന്ന രൂപത്തിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം. അരുൺ, അതായത് ഈ മാധ്യമ രംഗത്തോടുള്ള BJPയുടെ രാജ്യത്തെ ആകെ സമീപനം, മാധ്യമ പ്രവർത്തകരോട് മാധ്യമ രംഗത്തോടുള്ള BJPയുടെ ദേശീയ തലത്തിൽ രാജ്യമാകെയുള്ള സമീപനം എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. ദേശീയതലത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങളെ കാൽക്കീഴിൽ കാൽച്ചുവട്ടിലാക്കാൻ ഈ കാലയളവിൽ മോദി ശ്രമിച്ചിട്ടുള്ളത്, പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ BJP ശ്രമിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നമ്മുടെ മുമ്പിൽ ഈ ലോക്സഭാ കാലത്തൊക്കെ വളരെ സജീവമായി ഉയർന്നു വന്നതുമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നിൽക്കാൻ കഴിയുന്ന, സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന രാജ്യത്തെ ഇടമായി കേരളം വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഷ കടന്നു പോകുന്ന ഒരു രീതി മറ്റൊരു തരത്തിലാണ്. അത് കേരളത്തിൽ പല തരത്തിലും പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് നേരെ നിശിത വിമർശനം, രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിലെ യോജിപ്പും വിയോജിപ്പും, ശരിയും ശരികേടും, വസ്തുനിഷ്ഠ സാഹചര്യങ്ങളില്ലാതെ റിപ്പോർട്ട്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്ത വിധത്തിലേക്കുള്ള ഒരു സമീപനം അത് അത്യപൂർവമാണ്. അതാണിന്ന് സുരേന്ദ്രൻ്റേതായ സംഭാവനയായി വന്നിട്ടുള്ളത്. അവിടെ അരുൺ പറഞ്ഞ ഒരു കാര്യം കൂടി, പക്ഷേ ഇത്ര ഗൗരവമായൊരു സാഹചര്യം വന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ രംഗത്തെ മാധ്യമപ്രവർത്തകരെ താങ്കൾ വിശദീകരിക്കുന്നത്? അവരുടെ ഭാഗത്ത് നിന്ന് ആ അളവിലൊരു ഒരു പ്രശ്നം, ഒരു ഗൗരവമായ ഇടപെടൽ, അതിനെ തുറന്നു കാട്ടാൻ വേണ്ടുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ, ഒരു ധാർമ്മിക രോഷം, ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടുന്നില്ല എന്നുകൂടി തുടക്കത്തിലെ താങ്കൾ പറയുക കൂടി ചെയ്തതല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത്? ഇതിപ്പോ ദേശീയ തലത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ നാവ് കൃത്യമായിട്ട് അടച്ചിരിക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ 130 രാജ്യങ്ങളുടെ പട്ടിക വന്നാൽ അതിൽ ഈ ഇന്ത്യ ഇല്ല. ഇപ്പോൾ ന്യൂസ് ക്ലിക്കും അതുപോലെ തന്നെ സിദ്ദിഖ് കാപ്പനും അതുപോലെ മുഹമ്മദ് സുബൈറും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒരു 9 വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത സംപ്രേഷണം ചെയ്യാൻ പോയി ഉത്തർപ്രദേശിൽ കാലുകുത്തിയ സിദ്ദിഖ് കാപ്പനെയാണ് പിടിച്ച് രാജ്യദ്രോഹ കുറ്റത്തിന് 1.25 വർഷം ജയിലിലിട്ടത്. ചില വാർത്തകൾ വരുമ്പോൾ അതിന്റെ പൊരുൾ തേടി പോകുന്ന, ആ സത്യമാണോ ശരിയാണോ എന്ന് ഫാക്ട് ഫൈറ്റിംഗ് നടത്തുന്ന മുഹമ്മദ് സുബൈറിനെയാണ് 9 സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് കള്ളക്കേസിൽ കുടുക്കി രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് BJP ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ന്യൂസ് ക്ലിക്ക് അടക്കമുള്ള മാധ്യമങ്ങളെ നിരോധിച്ച് അതിന്റെ നേതാക്കന്മാരെ, അതിന്റെ പ്രൊഡ്യൂസർമാരെ അടക്കം കള്ളക്കേസിൽ കുടുക്കി എത്ര ദിവസമാണ് ജയിലിലടച്ചത്. അത്തരത്തിൽ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാടൽ, പ്രത്യേകിച്ച് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ, വിമർശനം എന്ന് പറഞ്ഞാൽ അതെല്ലാം രാജ്യദ്രോഹ കുറ്റമായി മാറുന്ന, ഗവൺമെന്റിന്റെയും നയങ്ങളെയും വിമർശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാക്കി തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ വടക്കേന്ത്യയിലെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന രൂപത്തിൽ തന്നെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പല ഘട്ടത്തിലും അതിന്റെ സീമ ലംഘിക്കുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഇവിടെ അതിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്ര ഗൗരവത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യും എന്ന് പച്ചയായി പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം പോലും ആർജവത്തോടെ ചോദിക്കാൻ ഈ കേരളത്തിലെ ഒരു ദൃശ്യ പത്രമാധ്യമങ്ങളുടെയും ഉത്തരവാദിത്വപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് അടുത്ത കാലത്ത് നാം കാണുന്നത്. ഇപ്പം കൈരളിയും അതുപോലെ ദേശാഭിമാനിയും ജനയുഗം അടക്കം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെല്ലാം ഭീഷണിപ്പെടുത്തി പത്രസമ്മേളനത്തിൽ നിന്ന് ഇറക്കി വിടുന്നത്, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും അത്തരത്തിൽ മത്സരിക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ
ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സത്യം അറിയാനുള്ള ചില മാർഗങ്ങളായി അടുത്ത കാലത്ത് നമുക്ക് സാഹചര്യം ഒരുക്കിയത്. പക്ഷെ ഇപ്പോഴെല്ലാം ഇത്തരത്തിൽ ഭീഷണി വരുമ്പോൾ, ഇപ്പൊ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടല്ലോ, കൈപ്പാങ്ങിന് കിട്ടിയാൽ കൈകാര്യം ചെയ്ത് കളയണം എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് നേതാക്കന്മാർ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. SDPI ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ലീഡ് വരുമ്പോഴേക്കും ആഹ്ലാദ പ്രകടനം നടത്തിയത് അതിന്റെ ദൃശ്യം പുറത്തുവിട്ട തന്നെയാണ് അത്തരത്തിൽ വലിയ പ്രകോപനപരമായിട്ടുള്ള ഒരു ആഹ്വാനം. കൈപ്പാങ്ങിന് കിട്ടിയാൽ ഈ മാധ്യമപ്രവർത്തകനെ കൈകാര്യം ചെയ്ത് കളയണമെന്ന്. എത്ര മാധ്യമപ്രവർത്തകർ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചു? ഒരു പേരിനൊരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു എന്നല്ലാതെ അത് ഗൗരവമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഇതിനു മുമ്പ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം മാധ്യമപ്രവർത്തകർ വലിയ തിരക്കിനിടയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ എത്ര ദിവസങ്ങൾ, മാസങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് ഇപ്പോഴും ആക്ഷേപകരമായിട്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ BJP നേതാവിന്റെ ഭീഷണിയിൽ മാധ്യമങ്ങൾ മുട്ടിലിഴയുന്ന കാഴ്ച, ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും മുട്ടിലിഴയുന്ന കാഴ്ച നാം കാണുകയാണ്. അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചില ഘട്ടത്തിൽ നടത്തിയ ഏറ്റവും അപകടകരമായിട്ടുള്ള ഭീഷണിപ്പെടുത്തൽ വരുമ്പോഴും ഇതേ മൗനം തുടരുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഭീഷണി വന്നിട്ടും ഇവരെ എല്ലാം തൊഴുതു നടക്കുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥ നാം കാണുകയാണ്. പക്ഷെ ഏതായാലും ഇത്തരത്തിൽ BJPക്ക് ഇത്തരത്തിൽ ഭീഷണി കൊണ്ട് അധികം നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത്രയധികം സംഘടനാ പ്രശ്നത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അഖിലേന്ത്യാ കമ്മിറ്റിയിലുള്ളവർ വരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ രേഖപ്പെടുത്തിയിരുന്ന കാഴ്ച നാം കാണുകയാണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ആ വിവാദങ്ങൾ അഡ്രസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. എത്ര മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാതിരുന്നാലും ജനങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും എന്നതിൽ യാതൊരു സംശയമില്ല. റൈറ്റ്. ഇവിടെ ഞാൻ നിജേഷ്, ഒരുത്തനെയും വെറുതെ വിടില്ല, താങ്കൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് കെ സുരേന്ദ്രൻ ഇതേക്കുറിച്ച് ചോദ്യം ചോദിച്ചൊരു ഘട്ടത്തിൽ പറയുന്ന മറുപടി. സ്വഭാവം അതാണ്, ആ രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു മുന്നറിയിപ്പ് സ്വഭാവത്തിൽ ആവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിമർശനം, അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനമുണ്ടോ? കാരണം ഇത്ര ഗൗരവമായ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ആകെ, അല്ലെങ്കിൽ മാധ്യമരംഗത്തെ ആകെ ഈ വിധത്തിലേക്ക് ഭീഷണിപ്പെടുത്തും വിധത്തിലേക്കുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു. അപ്പോൾ ആ സമീപനം അതിൻ്റേതായ ഗൗരവത്തിൽ, അതിൻ്റേതായ അർത്ഥത്തിൽ മാധ്യമങ്ങൾ സമീപിച്ചിട്ടില്ല എന്ന പ്രധാന വിമർശനം കൂടി അരുൺ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിജേഷ്, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ, ഇന്നത്തെ ഈ സാഹചര്യത്തെ കാണുന്നത്? ഒന്ന്, കേരളം ഇതൊക്കെ നേരിട്ട് കാണുകയാണ്. ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ അത് പറഞ്ഞാൽ അത് അതേ അർത്ഥത്തിൽ കേരളം എടുത്തു കഴിഞ്ഞു. നമ്മളൊക്കെ പരിഹാസത്തോടു കൂടിയാണ് അത് കാണുന്നത്. കേരളത്തിൽ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ അങ്ങ് ആക്കിക്കളയൂ എന്ന് പറയുന്ന ഒരു സമീപനമാണ് നമ്മൾക്കുള്ളത്. വെറുതെ ഒരു വലിയ വായിൽ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒന്നും ആക്കാനും പോകുന്നില്ല. ഏതായാലും ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട വാക്കുകളല്ല അത്. അദ്ദേഹം അതിന് തിരുത്താൻ അദ്ദേഹത്തിന് ശരിയില്ല. കാരണം പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ തീർക്കുന്നേ, അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടല്ലല്ലോ പറയേണ്ടത്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു. അവിടെയുള്ള ശിവരാജൻ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, സ്ഥാനാർത്ഥിയുടെ ആസ്തി പരിശോധിക്കണം എന്ന് വരെ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ മറുപടി പാർട്ടിക്കകത്ത് പറയുന്നതിന് പകരം അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോട് പറയുന്നത് ശരിയാണോ എന്ന് ശ്രീ സുരേന്ദ്രനാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ ഒരർത്ഥത്തിലേക്കാണെന്നുള്ളൂ. പിന്നെ അരുൺകുമാറിൻ്റെ വാക്കുകളെ ഞാൻ ആ ഒരു അർത്ഥത്തിലെടുക്കുക. അദ്ദേഹം അതിനെല്ലാം കൂടി പിടിച്ചു കൊണ്ടുപോയി എവിടെയൊക്കെയോ കൊണ്ടുപോയി. ഒരുമിച്ച് ഒറ്റക്കെട്ടായി എതിർക്കേണ്ട സമയത്ത് അത് എതിർക്കാൻ പഠിക്കണം. അതിനിടയ്ക്ക് മറ്റുള്ളവനെ കുത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം ശരിയാണോ എന്ന് ആലോചിക്കുക. ഞങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ റോഷിവാലിനോട് ആ തരത്തിലൊന്നും കോൺഗ്രസിൻ്റെ പ്രസിഡന്റോ മറ്റുള്ളവരോ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരാൾ സൈബർ തലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിൽ കാണുക, അല്ലാതെ കോൺഗ്രസിൻ്റെ നിലപാട് അതാണ് എന്നും ദയവ് ചെയ്ത് പറഞ്ഞ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല. പക്ഷേ അദ്ദേഹം വസ്തുതാവിരുദ്ധമായി പറഞ്ഞ സമയത്ത് ഞങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആ ചാനലിൽ പോയിട്ടാണ് സൂചിപ്പിച്ചത്, അല്ലാതെ വിരട്ടിക്കളയും കൊന്നുകളയും എന്നൊന്നല്ല പറഞ്ഞത്. ആ ചാനലിനകത്ത് ഔദ്യോഗിക വക്താക്കൾ പോയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ നിലപാട് ശരിയല്ല. അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്ന പരിപാടി ശരിയല്ല. അത് പറയുന്നത് അത് ജനാധിപത്യമല്ലേ? അല്ലാതെ അതിനെ വളച്ചുകൂടി കോൺഗ്രസ് ഞങ്ങൾ CPM ആയിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്നൊക്കെ ചോദിക്കുന്നത് ബാലിശമാണ് എന്നാണ് പറയാനുള്ളത്. ഞാനെന്തായാലും ഈ വിഷയത്തിനെ അതുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് അതിൻ്റെ ഗൗരവം കുറയ്ക്കാൻ ഞാൻ തയ്യാറല്ല. CPM ആയിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് തവണ ചർച്ച ചെയ്തേനെ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രൈം ചർച്ചയ്ക്കകത്ത് ആ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. 1-2 മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കൈരളി ചാനൽ പോലും അത് പ്രാഥമികമായി അത് കൊണ്ടുവരുന്നു, മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കുന്നു. അല്ലാതെ ഒരു കെ സുരേന്ദ്രൻ്റെ ഭീഷണി ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ശരിയാക്കി കളയും
ടൈം എന്ന് പറഞ്ഞതിനെ ഒരാഴ്ച എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. BJPയുടെ സ്ട്രെങ്ത്ത് നമ്മളിപ്പോൾ കണ്ടു, കേരളത്തിലെ സ്ട്രെങ്ത്ത് കണ്ടു. BJPയുടെ കോട്ട കൊത്തളമായ പാലക്കാട്ട് 11,000 വോട്ട് താഴോട്ട് പോയി BJPക്കാർ തമ്മിലടിക്കുന്ന രസകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അകത്തു നിന്ന് ഉള്ള ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന അവസ്ഥ. ഇപ്പോൾ വയനാട്ടിലെ ജില്ലാ പ്രസിഡന്റ്, മുൻ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചു, BJP രാജിവെച്ചു, അദ്ദേഹം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നു. സന്ദീപ് വാര്യർ രാജിവെച്ച് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് അദ്ദേഹം മാറി കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ BJPക്ക് അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാന പ്രസിഡന്റ് ഈ രീതിയിൽ തന്നെ തുടർന്നാൽ ഒരുപക്ഷെ ആ BJP തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇത് ആവർത്തിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. BJPക്ക് അകത്തും പുറത്തും ആളുകളോടുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും അസഹിഷ്ണുതയൊക്കെ പ്രകടിപ്പിക്കുന്നതനുസരിച്ച് കേരളീയ സമൂഹം കേരളത്തിലെ BJPയെ വിലയിരുത്തുമെന്നാണ്. അതായത് ആ വിരട്ടൽ കണ്ട് പേടിക്കാനൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. പേടിച്ച് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് ഇല്ലാതാക്കാനൊന്നും കേരളത്തിലെ നല്ല ലോകത്തെ മാധ്യമങ്ങൾ തയ്യാറാവില്ല. ആരോടും എന്തും ചോദിക്കാനുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാരുടെ ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രമാണ് അതിനൊന്ന് കച്ചവടമാക്കാൻ വേണ്ടി BJP ശ്രമിച്ചിട്ടുള്ളത്. അതുവരെ മാധ്യമങ്ങൾക്കൊന്നും ആരോട് ചോദിക്കാനും യാതൊരു മടിയുമില്ല. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങളോടുള്ള ഓരോ നേതാവിൻ്റെയും സമീപനം ഓരോ നേതാക്കളാണ് തീരുമാനിക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ സമീപനമായിരിക്കില്ല പിണറായി വിജയൻ എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. എന്തായാലും കെ സുരേന്ദ്രൻ പറഞ്ഞ ഈ വാക്കുകളെ അതിശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുന്നു. അത് ശരിയല്ല. റൈറ്റ്. ഞാൻ അരുൺ പറഞ്ഞ നിലപാടുകളോട് ഒരു ശക്തമായ വിയോജിപ്പ് നിജേഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. യോജിച്ചു നിന്ന് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ ഇങ്ങനെ കുത്താൻ കൂടി പ്രത്യേകം ശ്രമിക്കുന്നത് അത്ര നന്നല്ല എന്നാണ് നിജേഷ് പറഞ്ഞ് അരുണിനെ ഓർമ്മിപ്പിക്കുന്നത്. കാര്യം അപ്പം അതിൽ ഈ കൈപ്രാങ്ങിന് കിട്ടിയാൽ കൊന്നുകളയണം, കൈകാര്യം ചെയ്ത് കളയണം എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ഏറ്റവും ആദ്യം തമ്പും ബ്രഷിന് ഇട്ട നേതാക്കന്മാരിൽ PC വിഷ്ണുനാഥ് ഉണ്ട്. ഈ PC വിഷ്ണുനാഥ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ട ആളാണല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല നിർവഹിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ പല നേതാക്കന്മാരും അതിൽ തമ്പും ബ്രഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തള്ളി പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അത് ഔദ്യോഗിക നിലപാടല്ല എന്ന് തള്ളി പറഞ്ഞത് ഇപ്പോൾ PC വിഷ്ണുനാഥ് അടക്കം ചെയ്ത് തെറ്റ് ആണ് എന്ന് സൂചിപ്പിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ഭീഷണി, ഏതെങ്കിലും തരത്തിൽ ചോദ്യം വരുമ്പോഴേക്കും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും എന്നതിനോട് പറയുന്നതിനോടും ഞാൻ യോജിപ്പാണ്. ഏതായാലും ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വലിയ തരത്തിൽ ഭരണവിരുദ്ധ വികാരമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമാണ് നടന്നത്. ഈ പ്രചരണങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ വന്നത്. ആ റിസൾട്ടിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം വരും. ആ ഒരു ചോദ്യം വരുമ്പോൾ ഇത്ര അസഹിഷ്ണുത കാണിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ കാര്യമില്ല. അങ്ങനെ കാണിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. ശരി, ഞാൻ ശ്രീ ജേക്കബ് ജോർജിൻ്റെ ഒരു അഭിപ്രായവും കൂടി ഇക്കാര്യത്തിലുണ്ട്. അഭിപ്രായത്തിനപ്പുറത്തേക്കുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ്, അങ്ങേയറ്റം അപലപനീയമായ ഒരു സമീപനമാണ് ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതിനിടയിൽ ഈ വിഷയം കൂടി കടന്നു വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമാണ് റോഷി പാൽ എന്ന മാധ്യമപ്രവർത്തകന് നേരെ ഇതുപോലെ തന്നെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് ഞാനതൊന്ന് നോക്കുകയായിരുന്നു, കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണം കൊങ്ങികളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അതേ തുടർന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ കൊടുത്ത പരാതി പ്രസിദ്ധീകരണത്തിന് കൊടുത്ത പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സൈബർ അക്രമവും കൊലവിളിയും അതീവ ഗൗരവമുള്ളതാണ്. നിസാർ കുമ്പിള എന്നയാളുടെ ഫേസ്ബുക്ക് പേജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അത് പരാതിയും കാര്യങ്ങളുമായി പോയി. പക്ഷേ ഇപ്പോൾ ഇത്തരം സൈബർ ഇടങ്ങളിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും അപ്പുറത്തേക്ക് പോയി ഈ പറഞ്ഞ തീർത്തേക്കണം എന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് പറയുന്നത് ഒരു സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ഇന്ന് കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് BJPയുടെ ഭാഗത്ത് നിന്ന്. ഈ നിലയിലേക്ക് സമീപനം മാറുന്നു. മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ജേക്കബ് ജോർജിന് അറിയാം, പ്രചാരണ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട പാലക്കാട്ടെ BJPയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലർമാരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെയൊക്കെ ഭിന്ന നിലപാടുകൾ, അതൃപ്തി, ഇതൊക്കെ വാർത്തകളായി വന്നിരുന്നു. അന്നൊക്കെ ക്ഷമയോടെ അത് കേൾക്കുന്നു എന്ന നില ഭാവിച്ച ഒരു നേതൃത്വം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അതല്ലേ ഇപ്പോൾ നിജേഷ് പറഞ്ഞ ഏറ്റവും രസകരമായ കാര്യം, ഇതൊന്നും അതിശയോക്തിപരമായിരുന്നില്ല, ഇത് വെറുതെ കെട്ടിച്ചമച്ചതല്ല. കാരണം അവിടെ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞു, ശിവരാജൻ പറഞ്ഞു, ഓരോന്നും ഇങ്ങനെ സത്യം പോലെ വെളിപ്പെടുകയാണ്. ഒടുവിൽ സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പലതും സംഘടനയ്ക്കകത്ത് എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു എന്നൊക്കെ വിശദീകരിക്കേണ്ടതായി. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കേട്ടിട്ടേ ഇല്ല. BJPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഈ വിശദീകരണം സുരേന്ദ്രൻ നടത്തേണ്ടിയും വന്നു. എന്നിട്ടാണ്
ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 3-4 ദിവസമായി പാർട്ടിയെ അങ്ങ് ഇല്ലാതാക്കി കളയാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഏറ്റവും ഹീനമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ട, ഇത് ഒട്ടും അംഗീകരിക്കാൻ പാടില്ലാത്ത, ഇത് തിരുത്തേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണോ, നേതാക്കന്മാർക്ക് ചേർന്നതാണോ ഈ ശൈലി? ഒരിക്കലും അല്ല ശരത്തെ. കാരണം ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, നിന്ദ്യമാണ്, നീചമാണ്. മാധ്യമപ്രവർത്തനം നമുക്കറിയാമല്ലോ 4-ാം തൂൺ എന്ന് രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്കെതിരെ ഒരു പ്രധാന രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്ര നീചമായിട്ട് തരം താണ തരത്തിൽ ഒരു ഭീഷണി, ആ ഭീഷണിയുടെ സ്വരവും രീതിയും വാക്കുകളും ഒക്കെയും നിന്ദ്യമാണ്. ഞാൻ വർഷങ്ങളോളം തിരുവനന്തപുരത്തും സംസ്ഥാന തലത്തിലും പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രധാന ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. നമുക്ക് പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പത്രപ്രവർത്തകർ തല്ലുകൊണ്ടിട്ടുണ്ട്, ഭീഷണി നേരിട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, ഞങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഇത്ര നീചമായിട്ട്, ഇത്ര ഭീകരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഒരു നേതാവ് പരസ്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ലോകം മുഴുക്കുകയും കാണിക്കെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതുപോലെയുള്ള വാക്കുകൾ, ഇതുപോലെയുള്ള ഭീഷണികൾ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിലെ ജനത അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനതയ്ക്ക് അതിൻ്റേതായ വളർച്ചയുണ്ട്, പ്രൗഢിയുണ്ട്. തീർച്ചയായിട്ടും കേസുണ്ട്. ഇപ്പം ഞാൻ പറയാമല്ലോ, നമ്മളൊക്കെ ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷ നടത്തിയ പത്രസമ്മേളനം കണ്ടതാണ്. അവർ പറഞ്ഞത് ലൈവായിട്ട് ചാനൽ കൊടുത്തു. അതിനകത്തൊന്നും ഒരു വാക്ക് കൂട്ടിച്ചേർത്തില്ല, ഒരു വാക്ക് കുറച്ചുമില്ല. ആ പ്രമീള എന്ന് പറയുന്ന അധ്യക്ഷ അന്ന് പറഞ്ഞത് 41 കൗൺസിലർമാർ, BJPയുടെ 41 കൗൺസിലർമാരൊക്കെയും ഇതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിന് കാരണം, പരാജയത്തിന് കാരണം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് എന്ന് വ്യക്തമാക്കി പറയുന്നുമുണ്ട് അവർ. ഇത് പത്രങ്ങൾ കൊടുക്കല്ലാതെ എന്താ? അത് വാർത്തയല്ലേ? അത് ഏത് പാർട്ടി, ഏത് വാർത്താ മാധ്യമവും കൊടുക്കും, സംശയമില്ല. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനെങ്ങനെ ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ജേക്കബ് ജോർജ്, ഞാനും അതാണ് ആലോചിച്ചത്. അതായത് കെ സുരേന്ദ്രനോട് യഥാർത്ഥത്തിൽ പാലക്കാട്ടെ ഒരു വിഭാഗം പ്രവർത്തകർ, അതിപ്പോൾ ചെയർപേഴ്സൺ ആവട്ടെ, ശിവരാജനാകട്ടെ, ഇവരാണ് അന്ന് ചോദിച്ചത്. അതായത് നഗരസഭയ്ക്ക് ഏതാണ്ട് വലിയ കുഴപ്പം പറ്റിയെന്ന നിലയിലേക്ക് അതെല്ലാം കൂടെ നഗരസഭയിലോട്ട് ചാരാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടിയിൽ തോറ്റേൻ അമ്മയോട് എന്ന മട്ടിൽ വരണ്ട എന്ന് പറഞ്ഞ പോലെ കേരളത്തിനാകെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും സുരേന്ദ്രനോട് പറയേണ്ടി വരികയാണ്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിൽ മാധ്യമപ്രവർത്തകരുടെ നേരെ ഏതായാലും തൽക്കാലം വരണ്ട എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനും ആ പാർട്ടിക്കും അത് ഗുണം ചെയ്തേക്കാം, അങ്ങനെ മനസ്സിലാക്കിയാൽ. ഇല്ലെങ്കിൽ പിന്നെ സ്വയം സഹിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. അത് ജയവും തോൽവിയും ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വരും. കേരളത്തിലെ എല്ലാ പാർട്ടികളിലും ജയവും തോൽവിയും ഒരുപോലെ കണ്ടിട്ടുള്ള പാർട്ടികളാണ് കേരളത്തിൽ ഭരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും. പക്ഷേ ഇതുപോലൊരു പ്രതികരണം പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുന്നത്, ഒന്നാമത് അത് അവഗണിച്ച് കളയേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു മറുവശം കൂടിയുണ്ട്. അത് കേട്ടുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ എന്ത് സമചിത്തതയോടെയാണ് ശരത്തെ പ്രവർത്തിച്ചെന്ന് നോക്കിക്കേ. എന്ത് മാന്യമായിട്ട് ഇടപെട്ടു, അനാവശ്യമായിട്ട് ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. അതാണ് മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണലിസം. അവരങ്ങേറ്റം പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്തു. ഒരു അനാവശ്യ വാക്കും പറഞ്ഞില്ല. അതാണ് മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം, രീതി, സംസ്കാരം. ഇത് സുരേന്ദ്രനെന്നല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് ശരത്. ശരി, ഞാൻ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വരുന്ന രണ്ടാമത്തെ വിഷയത്തിലേക്ക് കൂടി നമുക്ക് വേഗത്തിലൊന്ന് നീങ്ങാം. ആ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് VD സതീശൻ ചേലക്കരയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് എന്താണെന്നൊന്ന് കാണാം. സംഘടനാപരമായ കാര്യമാണ് അത്. KPCC പ്രസിഡന്റ് മറുപടി പറയും, ഞാൻ അതിലൊന്നും ഇടപെടില്ല. അതിൻ്റെ കൂടിയാലോചനകളിൽ ഞാൻ പങ്കെടുക്കും. ആ മുതിർന്ന നേതാക്കൾ ഗൗരവത്തോടുകൂടി എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളത് പരിഗണിക്കും. തൃശ്ശൂരിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാണ്, അതിൻ്റെ പരിഹാരം ഉണ്ടാവും. ഒക്കെ ഉണ്ടാവും, നമ്മളത് പരിശോധിക്കുന്നതാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെയൊന്നും മോശമെന്ന് പറയില്ല. അത് ഞങ്ങൾ ഗൗരവമായിട്ട് അത് പരിഗണിക്കാം. ഇവിടെ ശ്രീ അരുൺകുമാർ, ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ
വിശദീകരണത്തിലെ ഒരു ഷിഫ്റ്റാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് ചേലക്കരയുമായി ബന്ധപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അദ്ദേഹം ഒരു ക്യാമ്പയിൻ ചെയ്തത്, അതിൻ്റെ ഒരു ലീഡറായി അദ്ദേഹം നിന്നുകൊണ്ട് സംസാരിച്ചത് എന്താണെന്നൊക്കെയുള്ള നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇവിടെ സംഘടനാ ദൗർബല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘടനാ ദൗർബല്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ചേലക്കരയിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്ന ധ്വനിയോടെയാണോ അദ്ദേഹം സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ചതാണ്, വി ഡി സതീശൻ്റെ സമീപനത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടോ ഈ പരാജയ കാരണത്തെ വിശദീകരിക്കുന്ന ഇടത്ത്? ശ്രീ വി ഡി സതീശൻ ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഐ ആം ആൻ ഇലക്ഷൻ എക്സ്പെർട്ട് എന്നതാണ്. അതിന് ഉദാഹരണമായി പറഞ്ഞത് തൃക്കാക്കര ജയിച്ചത് കണ്ടില്ലേ, അതുപോലെ പുതുപ്പള്ളി ജയിച്ചത് കണ്ടില്ലേ, അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ടില്ലേ, അതുകൊണ്ട് എല്ലാവരും എന്നെ ഇലക്ഷൻ എക്സ്പെർട്ട് എന്നാണ് വിളിക്കുന്നത്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിക്കൽ എക്സ്പെർട്ട് എന്ന രൂപത്തിലും എന്നെ വിളിക്കുന്നുണ്ട്. ഒരു പാഷനിസ്റ്റ് എന്ന രൂപത്തിലേക്ക് എന്നെ കൂടെ സഹപ്രവർത്തകർ ഇങ്ങനെ എപ്പോഴും അങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചേലക്കരയിൽ ഉള്ള തെരഞ്ഞെടുപ്പ് വിജയം അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് അത് ഉൾപ്പെടും. തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കുമെന്ന് നല്ല അഹങ്കാരത്തിൻ്റെ ഭാഷയിലും മുഖഭാവത്തിലുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ ചേലക്കരയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ രമ്യ ഹരിദാസും തമ്മിൽ 5000 വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 2500 വോട്ട് മറിഞ്ഞാൽ വിജയം നേടാൻ കഴിയും. അതുകൊണ്ട് ചെറിയ വിജയമായിരിക്കില്ല, വൻ വിജയമാണ് കോൺഗ്രസ് നേടാൻ പോകുന്നത്. അത്തരത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നത് എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് കോൺഗ്രസ് ആകമാനം നടത്തിയത്. എന്നാൽ ആ 5000 വോട്ട് വ്യത്യാസം 12000-ത്തിലധികം വോട്ടായിട്ട് മാറി വൻ വിജയം നേടി. എല്ലാ തെരഞ്ഞെടുപ്പിലും ചേലക്കരയിൽ ഇടതുപക്ഷം വിജയിച്ചു തുടങ്ങിയ അവസാനത്തെ 6 തെരഞ്ഞെടുപ്പ് 1998 ശേഷമുള്ള 96 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാലും ഒരു 60-62,000 വോട്ടാണ് LDFന് കിട്ടാറ്. എന്നാൽ 2021 മാത്രം അത് 83,000 വോട്ട് കിട്ടി. അത് ശ്രീ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപരമായിട്ടുള്ള മണ്ഡലത്തിലെ ബന്ധം, അതുപോലെ ഓരോ വ്യക്തിയെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വളരെ നല്ല ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ്. ബാക്കി എല്ലാ ഇലക്ഷനും കിട്ടിയ താരിഫ് വോട്ടിനേക്കാൾ വർദ്ധിച്ച ഒരു വോട്ടിലേക്കാണ് LDF വന്നത്. ഇപ്പോൾ പലരും ചോദിച്ചു, പൂർണ്ണമായും ചേലക്കര വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച, ഉറപ്പ് പ്രകടിപ്പിച്ച, അങ്ങനെ ജയിച്ചാൽ കെട്ടേണ്ട മനക്കോട്ടകളെല്ലാം നേരത്തെ കെട്ടി അഹങ്കാരത്തിന്റെ ഭാഷയെല്ലാം പങ്കുവച്ച പ്രതിപക്ഷ നേതാവ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലേ, താങ്കൾ പറഞ്ഞ വാക്കു പാലിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം കോൺഗ്രസിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനോഭാവത്തിലും അഭിപ്രായത്തിലും ചെറിയ വ്യത്യാസം വന്നത്. നമുക്കറിയാം, തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 86,965 വോട്ടാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടപ്പോൾ 74,000 വോട്ടിന് BJP ജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. മറ്റു മണ്ഡലങ്ങളിലെല്ലാം വോട്ട് കുറഞ്ഞപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ 16,500 വോട്ട് LDFന് കൂടി. അപ്പോൾ ഈ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് DCC പ്രസിഡന്റിനെ പുറത്താക്കി, മറ്റൊരാൾക്ക് ചുമതല കൊടുത്തു, മറ്റൊരു MP-ക്ക് ചുമതല കൊടുത്തു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞു ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം. അതെവിടെ? പല വാർത്തകൾ വരുമ്പോഴേക്കും കോൺഗ്രസ് വലിയ അഹങ്കാരത്തോടെ എല്ലാം ശുഭമാണെന്ന് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ആജീവനാന്ത പ്രതിപക്ഷമായി ഈ കേരളത്തിൽ ഇനിയും കോൺഗ്രസിന് തുടരേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോഴാണ് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ അഹങ്കാരത്തിന്റെ ഭാഷ പറഞ്ഞ് വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുകയും വീമ്പിളക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ ചോദ്യം തിരിച്ചു വന്നപ്പോൾ ഇവിടെ ചില സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടായി. ഏതായാലും ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടത് ഒരു ഭരണവിരുദ്ധ വികാരവും ഈ കേരളത്തിൽ ഇല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി എന്താണ് എന്ന് കണ്ടെത്തി അതിലെ കുറവുകൾ പരിഹരിക്കാൻ വളരെ കൃത്യമായി തന്നെ LDF ഇടപെട്ടു. പെൻഷൻ വിതരണത്തിൽ ഉണ്ടായിട്ടുള്ള കാലതാമസം ഇപ്പൊ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. 3 മാസത്തെ കുടിശ്ശിക അത് മാർച്ച് 31 മുമ്പ് വിതരണം ചെയ്യുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. വികസന പ്രവർത്തനങ്ങളുടെ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ മാറ്റം വരുത്തി ഇപ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കെതിരെ വന്ന വിമർശനം 2 തരത്തിലാണ്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങളില്ല. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 സർവകലാശാലകളിൽ 4 എണ്ണം കേരളത്തിൽ നിന്ന്, ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റിൽ 2ാമത് ഗവൺമെന്റ് കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജുകളുടെ ലിസ്റ്റ് എല്ലാം ഉണ്ട്. അതുപോലെ വ്യവസായ സംരംഭങ്ങളെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകിലായിരുന്നു. 2 വർഷം മുമ്പ് 28ാം സ്ഥാനമായിരുന്നു, കഴിഞ്ഞ തവണ 15ാം സ്ഥാനം, ഈ തവണ 1ാം സ്ഥാനത്തെത്തി. അപ്പോൾ എല്ലാ രംഗത്തും കൃത്യമായി മുന്നേറ്റം കൊണ്ട് ഈ കേരളം മുന്നോട്ട് പോകുന്നു. മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും രാജ്യത്ത് തന്നെ 1ാമതായി മാറി. ഇതിനിടയിലാണ് വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായത്. ആ ശ്രമത്തിന് തിരിച്ചടിയേറ്റപ്പോ അദ്ദേഹത്തിന് കുറവുകൾ മനസ്സിലാക്കേണ്ടി വന്നു. അരുണിലേക്ക് ഞാൻ വരാം. നിജേഷ്, ഇവിടെ ഇതാണ് പ്രശ്നം. സ്വാഭാവികമായും
വളരെ വലിയ പ്രതീക്ഷയോടെ വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയും ഭൂരിപക്ഷം പറയുന്നില്ല, പക്ഷേ ജയിക്കും. ആ ജയം, ആ ഒരു ഉത്തമ വിശ്വാസത്തിൽ നിന്നാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഈ കാലത്തെ പ്രവർത്തന കാലയളവിലെ ആത്മവിശ്വാസത്തെക്കുറിച്ചും സഹപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുന്ന രീതിയെക്കുറിച്ചും ഒരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായി അദ്ദേഹം മാറി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ഡിസ്പ്യൂട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സ്വാഭാവികമായി എന്താണ് ചെയ്യേണ്ടത്? തെരഞ്ഞെടുപ്പിൽ തോൽവി ആദ്യമായിട്ടല്ലല്ലോ ആരും തോൽക്കുന്നതും ജയിക്കുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മണ്ഡലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ നിലയിൽ പ്രതിഫലിച്ചിട്ടില്ല. സാധാരണ സർക്കാരുകൾ പറയാറില്ലേ, ജനങ്ങൾക്ക് മുമ്പിലേക്ക് പ്രശ്നങ്ങൾ, നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന തുറന്നു പറച്ചിലൂടെയാണ് എല്ലാവരും ഏത് ഭാഗത്തു നിന്നായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയെ, തോൽവിയെ സമീപിക്കാറ്. പക്ഷേ ഇവിടെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ആ നിലയിൽ ചേലക്കരയിൽ പ്രതിഫലിച്ചില്ല എന്ന ഒരു അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് വന്നിട്ടുണ്ടോ? പകരം വീണ്ടും നമ്മൾ കേൾക്കുകയാണ് തൃശ്ശൂരിലെ ദൗർബല്യങ്ങളെക്കുറിച്ച് പറയാനുള്ളൊരു താല്പര്യം. ഈ ദൗർബല്യങ്ങൾ പുതുതല്ല. കെ മുരളീധരൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, നട്ടും ബോൾട്ടും ഇല്ലാത്ത ഒരു സംവിധാനമാണ് അവിടെ, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നിൽ പോയ ഒരു സാഹചര്യം ഇടതുമുന്നണിക്കുണ്ട്. ഈ ആലത്തൂർ തന്നെ നോക്കാം, ചേലക്കരയിൽ 5000 മാത്രമുണ്ടായിരുന്ന ഭൂരിപക്ഷം ലീഡ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴേക്ക് കെ രാധാകൃഷ്ണൻ 21-ൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി ആർജിക്കാനാകുന്ന ഭൂരിപക്ഷത്തെ മാറ്റി നിർത്തി എല്ലാ കാലത്തും അവിടെ ലഭിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ മികവിലേക്ക്, അതിന് മുകളിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അത് ഒരു സർക്കാർ 3 വർഷം കഴിയുമ്പോൾ എത്തുന്നു. അവർക്ക് ഈ മാസങ്ങൾ കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ തോറ്റു കഴിയുമ്പോഴേക്ക് സംഘടനയെ പഴി പറയുന്നു. അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്ക്, വി ഡി സതീശനെ പോലെ ഒരാൾക്ക് ചേർന്നതാണോ എന്ന ചോദ്യം വരില്ലേ? സത്യത്തിൽ പ്രതിഫലിച്ചില്ല ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളെന്ന് പറയാനുള്ള ഒരു രീതി, ആർജവം വേണ്ടതല്ലേ? കഴിഞ്ഞതായി തോന്നിയോ? പോയോ? എന്താ നിജേഷേ, കണക്ഷൻ പോയോ? കേൾക്കാനാവുന്നില്ലേ? വീണു ആ ഫോൺ ഓക്കെ. നിജേഷ് പറയും. സോറി, ഫോണിൻ്റെ ഒന്ന് താഴെ വീണു. മനസ്സിലായി സോറി. ഞാനും വിചാരിച്ചത് എന്താ സംഭവിച്ചത്. ഓക്കെ, ഫോൺ പെട്ടെന്ന് താഴെ ചെയറിലായിരുന്നു. ഓക്കെ, ഒന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ ചർച്ചയ്ക്ക് വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് ഉണ്ടാവുമായിരുന്നോ എന്നൊരു സംശയമായിരുന്നു കൈരളി എന്ന് പറഞ്ഞത്. അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒന്ന്. രണ്ട്, അരുൺകുമാർ പറഞ്ഞ വാക്കുകൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ശരത്തിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, അതൊന്ന് കാണിക്കണം. കാരണം ഈ ചാനൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അരുൺ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒന്ന് കാണിച്ചാൽ വലിയ സന്തോഷമായിരുന്നു. അതായത് നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ, ഞാൻ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്, ഞാൻ അഹങ്കാരിയാണ്, എന്തൊക്കെയോ ഭാഷ ഉപയോഗിച്ചു. അതൊന്ന് പറഞ്ഞാൽ അത് വലിയ അരുൺകുമാർ പറഞ്ഞതുണ്ടല്ലോ, അതൊന്ന് ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് യോജിച്ചതാണോ എന്ന് അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ ആലോചിക്കുക. വെറുതെ ആളുകളെ വ്യക്തിപരമായിട്ട് ചീത്ത വിളിക്കുക, എന്നിട്ട് ഒരു മഹാസ്വർഗത്തിലാണ് എന്ന് കരുതുക, ഇതൊന്നും ശരത്തെ ശരിയായ ഒരു ഏർപ്പാടല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. എന്താ കാര്യം? 39,000 വോട്ടിന് ജയിച്ചിടത്തു നിന്ന് 12,000-ലേക്ക് എത്തിയിട്ടുണ്ട്. 27,000 വോട്ടുകൾ എവിടെ പോയി? ഈ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ലളിതമാണ്. പിന്നെ 3 ബൈ ഇലക്ഷൻ ആണല്ലോ നടന്നത്. പണ്ട് എൻ്റെ നാട്ടിൽ ഒരാൾ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്. ഒരാൾ 90 വയസ്സുള്ള ഒരാൾ പറഞ്ഞു, എനിക്കിപ്പോഴും 18 വയസ്സിലെ അതേ ആരോഗ്യമാണുള്ളത്, എനിക്കൊരു മാറ്റവുമില്ല. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 18ാമത്തെ വയസ്സിൽ ആ വലിയ കല്ല് ഞാൻ മറച്ചിടാൻ നോക്കി, എനിക്ക് സാധിച്ചിട്ടില്ല. 30ാമത്തെ വയസ്സിലും നോക്കി സാധിച്ചിട്ടില്ല. 50ാമത്തെ വയസ്സിലും നോക്കി സാധിച്ചിട്ടില്ല. 90ാമത്തെ വയസ്സിൽ നോക്കി, എനിക്കത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ആരോഗ്യം അന്നത്തെ ആരോഗ്യം തന്നെയാണ് ഇപ്പോഴും എന്നാണ് പറയുന്നത്. അന്നും 2ാം സ്ഥാനത്താണ്, ഞങ്ങൾ ഇപ്പോഴും 2ാം സ്ഥാനത്താണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല. ഇതാണ് പറഞ്ഞുകൊണ്ടുവരുന്നൊരു സാധനം. 700 വോട്ട് കോൺഗ്രസ് 3000-ൽ നിന്ന് 18,000 ചില്ലാനത്തിലേക്ക് എത്തിയപ്പോൾ 700 വോട്ട് കൂടിയത് മഹാസംഭവമാണ് എന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരുടെ സ്വർഗത്തിലുള്ള CPM-ന്റെ വക്താക്കളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ വയനാട്ടിലെ കണക്ക് കഴിഞ്ഞ് എടുത്തു നോക്കുകയാണ്. എൻ്റെ അരുൺകുമാറെ, നിങ്ങൾക്കൊരു ബൂത്തിൽ കിട്ടിയ ശരാശരി വോട്ട് 60 വോട്ടാ. ഇത് 1000 വോട്ട് പോൾ ചെയ്യുന്നിടത്ത്
60 വോട്ട് ശരാശരി തിരുവമ്പാടി മണ്ഡലത്തിൽ 60 വോട്ട് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. CPM എത്ര കുടുംബങ്ങളുണ്ട്, എത്ര ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്, എടുത്ത് പരിശോധിക്കുക. എവിടെ പോയി? ചോർന്നു പോയല്ലോ വോട്ട്. കഴിഞ്ഞ തവണ ആനി രാജയ്ക്ക് കിട്ടിയ വോട്ട് എന്തേ സത്യൻ മൊകേരിക്ക് വന്നില്ല? CPI-ക്കാരവിടെ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണല്ലോ, എന്തേ മറുപടി പറയാത്തത്? അപ്പോഴും VD സതീശന്റെ നെഞ്ഞത്തോടി കയറല്ലേ? 39,000-ൽ നിന്ന് അവിടെ നോക്കുമ്പോൾ K രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഉണ്ടായതെന്ന് പറയുന്നു. എന്തേ ആ K രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 5000 വോട്ടായി പോയി. K രാധാകൃഷ്ണൻ അക്കൗണ്ടിലേക്ക് മാത്രം പറയുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 39,000 ചില്ലാനം വോട്ടുകൾക്ക് ജയിച്ചെടുത്ത് 3.5 കൊല്ലം കഴിയുമ്പോൾ 12,000-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 27,000 വോട്ട് നിങ്ങൾക്കെതിരെ വീണു എന്ന് പച്ച മലയാളത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ VD സതീശൻ പറഞ്ഞു ഞങ്ങൾക്ക് സംഘടനാപരമായ പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം, ഞങ്ങളത് പരിഹരിക്കും എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? അത് VD സതീശന്റെ ദുഃഖമാണ് എന്നൊന്നും പറയണ്ട. ഞങ്ങൾക്ക് പ്രശ്നമുള്ളിടത്ത് ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ പരിഹരിക്കും. എന്തായാലും ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഏകപക്ഷീയമായി വിലയിരുത്തിയ ഒരിടത്തു നിന്ന് ഒരു കുടുംബം പോയിട്ട് ഒരു കുടുംബം എന്റെ ഭർത്താവിനെ കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന്റെ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം പറഞ്ഞ ദിവസമാണ് അരുൺകുമാറെ നിങ്ങളും ഞാനും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതെങ്കിലും ഒന്ന് ഓർമ്മിക്കേ. മരണം ഒരുത്തരെയും വിശുദ്ധനാക്കുന്നില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോസ്റ്റ് ഇട്ട ആ നവീൻ ബാബുവിന്റെ ഭാര്യ കൊടുത്ത ഹർജി അതെങ്കിലും പഠിക്കുക, എന്നിട്ടാവാം വലിയ കരച്ചിൽ. നേരത്തെ താങ്കൾ പറഞ്ഞ ആ വിശദീകരണത്തെ ഖണ്ഡിച്ചുകൊണ്ട് എവിടെ എന്ന് ചോദിക്കുന്നു. അതിലെന്തെങ്കിലും മറുപടി എന്താണ് താങ്കൾ പറയാനുള്ളതെന്നാവാം. ഈ ചർച്ചയുടെ ഭാഗമല്ലാത്ത ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ നിയമപ്രശ്നത്തിലേക്ക്, ആ ഹർജിയുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലേക്ക് കൂടി അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, അല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ്. ഇലക്ഷന്റെ കാര്യത്തിൽ ഞാനൊരു ഇലക്ഷൻ എക്സ്പെർട്ടാണ്, പാഷനിസ്റ്റാണ്. ആ വാക്കുകളെല്ലാം പൊതുസമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞ ക്ലിപ്പിങ്ങുകളുണ്ട്. അദ്ദേഹം അതിനുശേഷം പറഞ്ഞ ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഉണ്ടാകുന്ന സാഹചര്യത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ വാചകം ഞാനൊന്ന് കേൾപ്പിക്കാം. ഒന്ന് കേൾക്കുക. ടീം വർക്ക് ചേലക്കര ചെയ്തതിന്റെ ഒരു ആത്മവിശ്വാസം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തൊരു വർക്ക്, ഞങ്ങൾ നടത്തിയ പരിപാടികൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു സഹപ്രവർത്തകർ. അപ്പോൾ അത് അർപ്പിച്ചിട്ടും അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞാനല്ലാതെ വേറെ ആരാ ഉത്തരവാദി? വേറെ ആരും ആയിരിക്കില്ല, ഞാൻ മാത്രമേ. വേറെ ആരുമല്ല, ഞാൻ മാത്രം ഉത്തരവാദി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ആ വാചകത്തിലൊന്നും ഒരു മാറ്റവും ഇത്തരം ചർച്ചകളിൽ വന്ന് കള്ളമൊന്നും പറയില്ല. അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് ചോദ്യം വരുമ്പോൾ തിരുത്തി പറയേണ്ടി വരും. ഇവിടെ ചില സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ തോൽവി ഉണ്ടായത്. ഇതുവരെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നും ഞാൻ ജയിക്കും. അതായത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ? കൃത്യമായി അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇവിടെ വലിയ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കാൻ പോവുകയാണ്. അങ്ങനെ ജയിച്ചാൽ ഞാൻ ഉത്തരവാദി, തോറ്റാൽ ആരാണ് ഉത്തരവാദി എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരുത്തി പറഞ്ഞ് എല്ലാം സംഘടനാപരമായിട്ടുള്ള പിശക് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടുന്ന എല്ലാ ഘട്ടത്തിലും ചെയ്യുന്ന മാർഗമാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എത്ര അങ്ങ് രക്ഷിച്ചെടുക്കാൻ നോക്കിയാലും അങ്ങ് ആയിക്കോ, ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ടല്ലോ. പിന്നെ പാലക്കാട് മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വോട്ടാണ് ഈ തവണ കിട്ടിയത്. ആ വോട്ട് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിജയം ഞങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കാളും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കാളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാളും ഞങ്ങൾ മുന്നേറി. ഇപ്പോൾ കോൺഗ്രസും ഇപ്പോൾ BJP-യും CPM-ഉം തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9,000 പിന്നെ 15,000 ആയിരുന്നു, ഇപ്പോൾ വെറും 2,000 വോട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും നല്ല പോരാട്ടം നടത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം അവിടെ സൃഷ്ടിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേലക്കരയായാലും അതുപോലെ പാലക്കാടായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന രൂപത്തിൽ ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണത്തെക്കാളും വോട്ട് കൂടുതൽ കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ വലിയ വെള്ളമൊക്കെ ചൂടാക്കി വച്ചിരുന്നു. ഈ റിസൾട്ട് അങ്ങ് വച്ചു കഴിഞ്ഞാൽ ഈ 1.5 വർഷം കൂടുതൽ നുണപ്രചരണം നടത്തി കേരളത്തിലെ LDF ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ, അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് ആ തിളച്ച വെള്ളമൊക്കെ വാങ്ങി വെക്കാൻ പറഞ്ഞു എന്നതാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. ADM-ന്റെ ഭാര്യ കൊടുത്ത ഹർജിയെ കുറിച്ച് കൂടി ADM-ആയിരുന്ന
നവീൻ അത് ബാബുവിന്റെ ഒറ്റ കാര്യം. ഭാര്യ കൊടുത്തത്. ADM-ന്റെ ഭാര്യ കൊടുത്ത ഹർജി ഇന്ന് ഹൈക്കോടതി വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ പോലീസ് ഏറ്റവും ഇഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തന്നെയാണ് മുന്നോട്ട് പോയത്. അതിലെ പ്രതിയെ പിടിച്ചു, പ്രതി ജയിലിൽ പോയി, അതിന്റെ അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഏതൊരു ഹർജി വന്നാലും ഹൈക്കോടതി അത് ഫയൽ ചെയ്ത് സ്വീകരിക്കും, കാര്യങ്ങൾ ചോദിക്കും, മനസ്സിലാക്കും. കോടതി ചോദിച്ച കമന്റുകളെല്ലാം ഈ അന്വേഷണത്തെ തൃപ്തിപ്പെടുത്തുന്ന അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ്. ഏത് അന്വേഷണം നടന്നോട്ടെ, ആരെങ്കിലും അതിനെ മറച്ചു വെക്കുന്ന സാഹചര്യമുണ്ടോ, അവിടെ ആത്മഹത്യയാണോ മറ്റേതെങ്കിലും ആണോ, അതൊക്കെ അന്വേഷിച്ചോട്ടെ, കണ്ടെത്തിക്കോട്ടെ. ഇതെല്ലാം കേരളത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം വന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള കേസ്, ഇതൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗിച്ചോ. നുണപ്രചരണം നടത്തിക്കോ, വ്യാജപ്രചരണം നടത്തിക്കോ. ഇതൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും കേരളത്തിൽ ഇതാണല്ലോ സാഹചര്യം. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കാൻ പറ്റിയ സാഹചര്യം. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു അന്വേഷണത്തിലും ഇടപെടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. സത്യസന്ധമായിട്ടുള്ള അന്വേഷണമായിരിക്കും നടത്തുക. കോടതികൾക്ക് അതിന്റെ സർവൈലൻസിന്റെ ഭാഗമായിട്ട് ഇടപെടാം, റിപ്പോർട്ട് വിളിച്ചു വരുത്താം. അതൊക്കെ സുതാര്യമായി നിയമപരമായിട്ട് നടക്കും. ഏതായാലും അത് നിയമപരമായി തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ നിലപാടുകൾ കോടതിയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി ഈ പ്രശ്നത്തെയാണ് പ്രതിപക്ഷം കണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ അരുണിൻ്റെ വാക്കുകളിലെ ആത്മവിശ്വാസവും. എന്നിട്ടും റിസൾട്ട് ഇതാണല്ലോ, അതുകൊണ്ട് തന്നെ തങ്ങൾക്കതിൽ അശേഷം ആശങ്കയില്ല, കോടതി കൂടി വിലയിരുത്തി എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. ഞാൻ ഏതായാലും ഇത്രയായ സ്ഥിതിക്ക് തൃശ്ശൂരിലെ ദൗർബല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ശ്രീ വി ഡി സതീശൻ പറയുന്നതിൽ എന്തെങ്കിലും പുതുമ അക്കാര്യത്തിലുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ കെ മുരളീധരനിലൂടെ ഇതേ തൃശ്ശൂരിനെ കുറിച്ച് മുൻപേ കേട്ടതാണ്. കേട്ടോ, നേരത്തെ ഒരു നിമിഷം സാർ, അദ്ദേഹം പറഞ്ഞത് ശ്രീ മുരളീധരൻ പറഞ്ഞു ഒന്ന് കേട്ടുകൊണ്ട് താങ്കളിലേക്ക് വരാം. ഇപ്പൊ തൃശ്ശൂർ തന്നെ കണ്ടില്ല, 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാന്മാർ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയണം ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടവിടെ ഇട്ടത്. അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ടയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഷുവറാന്ന് പറഞ്ഞ് കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടുമില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. എല്ലാ കാലവും പലപ്പോഴും ശ്രീ മുരളീധരൻ ഇങ്ങനെയാണല്ലോ, എല്ലാ കാലത്തേക്കുമായി അദ്ദേഹം സംസാരിച്ചു വെക്കുമല്ലോ. അങ്ങനെ ഒരു സംഭാവനയാണ് ആ വാചകങ്ങൾ. ശ്രീ ജേക്കബ് ജോർജ്, ഇത് കേട്ടിട്ടുള്ള മലയാളിക്ക് മുമ്പിലാണ് തൃശ്ശൂരിലെ സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അദ്ദേഹം അവിടെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ച വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5000 ഞാൻ നേരത്തെ നിജേഷിനോട് പറഞ്ഞു, 5000 മാത്രമുണ്ടായിരുന്ന ലീഡുള്ള ഒരു നിയോജക മണ്ഡലം, അതും ഭരണവിരുദ്ധ വികാരം ശക്തമായി വന്നാൽ വലിയ തോതിൽ ബാധിക്കുമെന്നറിയാവുന്നൊരു മണ്ഡലത്തിൽ മാസങ്ങൾ കഴിയുമ്പോൾ അത് 12,000-ൽ പരം ലീഡിലേക്ക്, അതായത് കെ രാധാകൃഷ്ണൻ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ പ്രദീപ് അടക്കം മുൻപ് നേടിയ ഭൂരിപക്ഷത്തെയും മറികടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യം. പക്ഷേ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു എടുത്ത സ്ട്രാറ്റജി? ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൃത്യമായ മാതൃകയായി ചേലക്കരയെ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് സംഘടനാ ദൗർബല്യങ്ങൾ എന്ന് വെച്ചാൽ ഈ മാസങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ പരാജയം ആർക്ക്, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നതുകൂടി അദ്ദേഹം പറയണ്ടേ ശ്രീ ജേക്കബ് ജോർജ്? നേരത്തെ സംഘടനാ ദൗർബല്യം കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അതെ, അതൊരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇപ്പം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരൻ അദ്ദേഹം വന്നപ്പോൾ മുതൽ പറയുന്നതാണ് സംഘടന ഞാൻ അഴിച്ചുപണിയും, സെമി കേഡർ കൊണ്ടുവരും, കേഡർ സംവിധാനം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സംഘടന ശക്തിപ്പെടുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതാണല്ലോ. പക്ഷേ എവിടെ പോയി? കേഡറില്ല, സെമി കേഡറില്ല, സംഘടന പോലും വളരെ ദരിദ്രമാണ് എന്ന വാക്ക് തന്നെ, എന്ന പ്രയോഗം തന്നെ വേണ്ടിവരും. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിന്നുകൊണ്ടൊരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അപ്പോൾ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നൊരു നേതൃപരാജയമില്ലേ? നേതൃപരാജയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ KPC പ്രസിഡന്റ് മാത്രമാണോ? ഇപ്പോൾ അദ്ദേഹം ഈ സംഘടനാ ദൗർബല്യത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത വാചകത്തിൽ അദ്ദേഹം അത് KPC പ്രസിഡന്റ് പറയും, പാർട്ടി പ്രശ്നമാണ്, അത് അദ്ദേഹം പറയും എന്ന നിലയിൽ അദ്ദേഹം ഒഴിയുന്നു. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള്, ആ പ്രതിപക്ഷ നേതാവ് UDFൻ്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഈ വിശ്വാസ്യത എന്നൊരു പ്രശ്നം അണികൾക്ക്, മുന്നണിക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിലൊരു ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, അത് നിലനിർത്തണമെങ്കിൽ അത് വളരെ പ്രധാനമല്ലേ? അവിടെ ചേലക്കര അദ്ദേഹത്തിനൊരു വെല്ലുവിളിയായോ? ശരത്തെ തീർച്ചയായിട്ടും ആ വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വി ഡി സതീശനെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാനത് രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. നേരത്തെ തൃക്കാക്കരയിൽ ജയിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വി ഡി സതീശൻ
അത് പ്രതിപക്ഷത്തെ ഒന്ന് ശക്തിപ്പെടുത്താനും മുന്നണിയെ ഒന്ന് സംഘടിപ്പിക്കാനും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വലിയ സാധ്യതയാണ്. കാരണം ഒരു വലിയ തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റാണെങ്കിലും പി ടി തോമസിൻ്റെ സീറ്റാണെങ്കിലും കൂടിയിട്ടില്ലെന്ന് ഓർക്കണം. അവിടെ ജയിച്ചു നല്ല വിജയം കൈവരിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. അല്ല, അപ്പോഴും 41-ൽ 42 ആയില്ല പ്രതിപക്ഷം. ഇല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പുതുപ്പള്ളി വന്നിട്ട് 41 ഒന്നും ആയിട്ടില്ല. അത് ശരിയാണ്. അത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി നേതൃത്വത്തിന് അതൊരു നന്നായിട്ട് അറിയാം. പക്ഷേ സാർ, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് മുമ്പിൽ വെച്ച ഏറ്റവും വലിയൊരു രാഷ്ട്രീയാത്മവിശ്വാസം എന്ന് പറയുന്നത് ചേലക്കര ജയിച്ച് 41-ൽ നിന്ന് ഞങ്ങൾ 42ആയി ബജറ്റ് സമ്മേളനത്തിലേക്ക് കേരളത്തിലെ സർക്കാരിന് മുമ്പാകെ പോകും, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കും എന്നുള്ളതല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നത്. ശരിയാണ്. തൃക്കാക്കര ജയിച്ചപ്പോൾ ഞാനെന്ന് പറഞ്ഞത് കെ കരുണാകരൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് 9 അംഗങ്ങളുമായിട്ടാണ് 67-ൽ കേരള നിയമസഭയിൽ എത്തുന്നത് പ്രതിപക്ഷ നേതാവായിട്ട്. അവിടെ നിന്നാണ് അദ്ദേഹം ഒരു മുന്നണി ഉണ്ടാക്കിയത്. അതേപോലെ വളരെ ശിഥിലമായ ഒരു അവസ്ഥയിൽ നിന്ന് പ്രതിപക്ഷ മുന്നണിയെ, ഐക്യജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാനുള്ള ബാധ്യത, അതിനുള്ള ചുമതല അദ്ദേഹത്തിൻ്റെ മേൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു തൃക്കാക്കര. പിന്നെ ഇങ്ങോട്ട് പുതുപ്പള്ളി. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് UDF കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സതീശൻ വേറൊരു ലെവൽ എത്തുമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അങ്ങനെ ആകാതിരിക്കുമ്പോൾ അത് ഗൗരവമുള്ള ചർച്ചാ വിഷയമല്ല. ആകാതിരിക്കുമ്പോൾ അത് സതീശൻ അതിൻ്റെ ഒരു ആത്മപരിശോധന നടത്തണം. കോൺഗ്രസ് സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിന് ആ മുന്നണി, ഇപ്പോഴും മുന്നണി സംവിധാനം കുത്തഴിഞ്ഞ സംവിധാനമല്ലേ? നമ്മളൊക്കെ കാര്യമായിട്ട് നോക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സംവിധാനം തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളത്. അതൊന്ന് കെട്ടിപ്പടുക്കാനും, പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവിന് ഒരു ചുമതലകൾ വളരെ വലുതാണ്. അടുത്ത മുഖ്യമന്ത്രി, UDFന് ഭരണം കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. അതേ മാത്രമേ ഉള്ളൂ ആ മോഹത്തിലും ആ പദവിയിലും. അതൊക്കെയാണ്. പക്ഷേ നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരുന്നത്, അതെ, അതവിടെ നിൽക്കട്ടെ. നാച്ചുറൽ ചോയ്സ് എങ്ങനെയാണ്? നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് CLPയിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ ഭൂരിപക്ഷം അതങ്ങ് കൈവച്ചാൽ മതി. ജേക്കബ് ജോർജ് അതിന്റെ അടിസ്ഥാനത്തിൽ തലയെണ്ണിയപ്പോൾ ഭൂരിപക്ഷമില്ല എന്ന് കണ്ട് സ്വയം പിൻവാങ്ങിയ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലുണ്ട്. അതേ നേതാവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കേരളം കണ്ടതാണ്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ഘട്ടത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചാൽ കേരളത്തിൽ സ്വാഭാവികമായ ചോയ്സ് അദ്ദേഹമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ സ്വാഭാവികമല്ലാത്ത, ആഗ്രഹിക്കുന്ന, മോഹികളായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണം എന്നാഗ്രഹിക്കുന്നവർ വേറെയും ഇല്ലേ? ഉണ്ട്. നമ്മൾ ഞാൻ പേരൊന്നും പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ കാര്യം കോൺഗ്രസ് ചർച്ചകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞത്, അടുത്ത മുഖ്യമന്ത്രിയാവേണ്ട ആൾ രമേശ് ചെന്നിത്തലയാണ്, ഉമ്മൻചാണ്ടി അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തല സ്വാഭാവികമായ നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടെന്നേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവിനാണ് സാധ്യത എന്നാണ് എനിക്ക് സംശയം ഇപ്പോഴും ഉണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ചാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയെന്ന് പറയുന്ന ഒരു ഹോട്ട് സബ്ജക്റ്റ് എല്ലാ കാലവും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിന് പുറകിലേക്കാണ് പോകുന്നത്. 2016 അന്ന് മുന്നണിയെ നയിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടു. പക്ഷേ ഉമ്മൻചാണ്ടി നിയമസഭയിലേക്ക് ജയിച്ചു. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായില്ല. പകരം ആയത് രമേശ് ചെന്നിത്തലയാണ്. സ്വാഭാവികമായി ആണെങ്കിൽ ആരാണ്? താങ്കൾ പറഞ്ഞ നാച്ചുറൽ ചോയ്സ് ആണെങ്കിൽ ആരാണ്? പക്ഷേ രമേശ് എന്തുകൊണ്ട് വന്നു? ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ല. കോൺഫ്ലിക്റ്റിന്റെ മാത്രം പ്രശ്നമാണോ? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ആർക്കായിരുന്നു? ഏത് ഗ്രൂപ്പിനായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അനന്തമായിട്ട് ഈ സമീപകാലത്ത് എടുത്താൽ മതി. സമീപകാലത്ത് എടുത്ത താങ്കൾ പറഞ്ഞ നാച്ചുറൽ ചോയ്സ് അവിടെ തന്നെ പൊട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, പ്രതിപക്ഷ നേതാവിനാണ് അടുത്ത സാധ്യത എന്നുള്ളത്. ആ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും നിലവിലുള്ള പ്രതിപക്ഷ നേതാവാണ് എന്നതാണ് വസ്തുത. അത് പിന്നെ അതിനകത്ത് ഹൈക്കമാൻഡ് ഞാൻ പറഞ്ഞത് ഈ നാച്ചുറൽ ചോയ്സിനപ്പുറം ഈ പറഞ്ഞ ഈ അംഗങ്ങളുടെ MLA-മാരുടെ എണ്ണം എന്നത് വളരെ പ്രധാനമല്ലേ? അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടെന്ന് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും ധരിച്ചിടത്താണ് VD സതീശൻ തലയെണ്ണി കാട്ടി ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവ്. MLA-മാരുടെ എണ്ണം മാത്രമല്ല സ്ഥലത്തെ പിന്തുണയുള്ള MLA-മാരുടെ പ്രശ്നം മാത്രമല്ല, അതിൻ്റെ അകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട വിജയിച്ച ഉപതിരഞ്ഞെടുപ്പുകൾ ഒരു ഘടകമാണ്. ഏറ്റവും പ്രധാനം. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വൂണ്ടഡായി നിൽക്കുന്നു? അതിലും പ്രധാനപ്പെട്ട കാര്യം,
ഘടകകക്ഷികളുടെ നിലപാട് മുസ്ലിം ലീഗ് എവിടെ നിൽക്കുന്നു? രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ അബദ്ധം പറ്റുന്നറിയാമല്ലോ. കെ എം മണിയുടെ ഗ്രൂപ്പ് പോട്ടെ എന്ന് വിചാരിച്ചു, പുറം കൈ കൊണ്ട് തട്ടി ദൂരെ കളഞ്ഞു. അതിൻ്റെ ഫലമാണ് അദ്ദേഹം ഇന്ന് വെയിലത്ത് നിൽക്കുന്നത്. അത് ഓർക്കണം. കയ്യിലിരുന്ന കൈവെള്ളയിൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടമായതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരു ബുദ്ധികേടും കാണിക്കാതെ പോകാൻ, സമചിത്തതയോട് പോകാൻ, ഒപ്പം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ മികവ് വെളിവാക്കാൻ, അതേപോലെ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ ആ ഒരു ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് മാത്രമാണ്. അവിടെയാണ് ചേലക്കര അദ്ദേഹത്തിന് ഈ സമീപകാല രാഷ്ട്രീയത്തിൽ വലിയൊരു വിലങ്ങുതടിയായി മാറിയത്. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണ്. ചേലക്കര സതീശൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു ഭയങ്കര തിരിച്ചടിയായിപ്പോയി. അതും കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ സതീശനെ നമ്മളിവിടെ നോക്കിയാൽ കിട്ടത്തില്ലായിരുന്നു, പിടിച്ചാൽ കിട്ടുകയില്ലായിരുന്നു എന്നുള്ളതൊരു വലിയ വസ്തുതയാണ് ശരത്തെ. നിജേഷ്, ഇപ്പോൾ മുമ്പ് നമ്മൾ സംസാരിച്ചതിൻ്റെ തുടർച്ചയിൽ ഒരു കാര്യം, ഇപ്പോൾ പാലക്കാട് വയനാട്ടിലേക്ക് പോയാൽ പ്രിയങ്ക ഫാക്ടർ എന്നതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇപ്പോൾ AICC സെക്രട്ടറി തന്നെ പറഞ്ഞത്, ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്, പാലക്കാടേക്ക് പോയാൽ ഷാഫി ശ്രീകണ്ഠൻ നേട്ടമാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുന്ന നിരീക്ഷണം ഒരു ഭാഗത്ത്. ചേലക്കരയിലേക്ക് വന്നാൽ നിങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം നയിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജനങ്ങളോട് വിശദീകരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ വരുമ്പോൾ അത് പരാജയപ്പെടുന്നത് കൊണ്ടാണ് ആ പരാജയം അദ്ദേഹത്തെ കൂടി ബന്ധപ്പെടുത്തി ആ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഏതു വിഷയത്തിലാണ് ഈ കാലയളവിൽ, ഈ 3 വർഷ കാലയളവിൽ സംസ്ഥാന സർക്കാരിനുമേൽ ആധികാരികമായ വിജയം നേടാനായത് എന്നൊരു ചോദ്യം കൂടി അവിടെ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതായി വരും. ഇങ്ങനെ നോക്കുമ്പോഴാണ് നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലുള്ള ഒരു തിരിച്ചടിയുടെ എലമെൻറ്റ് VD സതീശൻ ഇപ്പോൾ നേരിടുന്നത്. ഏതായാലും എനിക്കൊരു കാര്യത്തിൽ ശരത്ത് വലിയ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് കോൺഗ്രസ്സുകാരായ ആളുകളെ പറ്റി ആയതിൻ്റെ വലിയ കാര്യമാണ്. അതിലൊരു പെശക് സംഭവിച്ചു. നിജേഷ് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി മോഹമുള്ളവർ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്നാണ് വർത്തമാനത്തിൽ വന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തീയതി സ്വാഭാവിക സാധ്യത അല്ല, ജേക്കബ് ജോർജ് പറഞ്ഞത് CNPയുടെ സ്വാഭാവിക സാധ്യത. അല്ല, സ്വാഭാവിക സാധ്യത അറിയാതെ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇത്രാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നല്ല നമ്മൾ ചർച്ച ചെയ്തത്. കോൺഗ്രസിനകത്ത് അറിയാതെ പറ്റിപ്പോയതാണെങ്കിലും അറിയാതെ പറ്റിപ്പോയതാണെങ്കിലും അല്ല, ചർച്ചയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത കോൺഗ്രസ് നേതാക്കന്മാർക്കാണ് എന്ന് കൈരളി ചാനലിൽ തന്നെ ഒരു ചർച്ച വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആ സന്തോഷം ഏത് രീതിയിൽ അത് കേട്ടതെന്നുള്ളതാണ് കഷ്ടമായി പോയി കേട്ടോ. അങ്ങനെയൊന്നുമല്ല ചർച്ച വന്നത്. കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്ന സ്വാഭാവിക ചോയ്സ് സതീശനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ആ ഒരു സ്വാഭാവിക ചോയ്സിൽ നിൽക്കുമോ? മറ്റ് മോഹികളില്ലേ, താല്പര്യക്കാരില്ലേ? സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയുക നല്ല ചർച്ചയായിരുന്നു നിജേഷേ, ആ നിലയ്ക്ക് അങ്ങനെ എടുക്ക്. അല്ല, ഞാനതിന് പോസിറ്റീവായിട്ടാണ് കണ്ടത്, ഞാൻ നെഗറ്റീവായിട്ട് കണ്ടില്ലല്ലോ. ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടത്. ഞാൻ ആ സന്തോഷമാണ് വരികളെ മാറ്റി എഴുതാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എന്തായാലും MA ബേബിയോ G സുധാകരനോ കോൺഗ്രസ്സുകാരല്ലോ, അത് മറ്റേ EP ജയരാജനോ ഒന്നും ചർച്ചയിലേക്ക് വരുന്നില്ലല്ലോ. MA ബേബി എവിടെ ഉണ്ടോ എന്നറിയില്ല, G സുധാകരൻ ഉണ്ടോ എന്നറിയില്ല, തോമസ് ഐസക് ഉണ്ടോ എന്നറിയില്ല, EP ജയരാജൻ ഉണ്ടോ എന്നറിയില്ല. ഏതായാലും അതിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ വന്നതിൽ സന്തോഷം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ അരുൺകുമാർ ഞാൻ ഏറ്റെടുക്കുമെന്ന് VD സതീശൻ പറഞ്ഞ ഓഡിയോ നിങ്ങൾ കേൾപ്പിച്ചു. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ എലക്ഷൻ എക്സ്പേർട്ടാണ് എന്ന് VD സതീശൻ പറഞ്ഞ വോയിസ് ഒന്ന് കേൾപ്പിക്കേ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറ. നമ്മളൊരാളെ പറ്റി പറയുമ്പോൾ അതിനൊരു ഔദ്യോഗികത ഉണ്ടാവണമല്ലോ. അരുൺകുമാറെ അങ്ങനെ പറ. VD സതീശൻ മലയാളികളുടെ മുമ്പിലല്ല, അരുൺകുമാറല്ലേ ഇപ്പൊ കേൾപ്പിച്ചത്. അദ്ദേഹം കേൾപ്പിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ആ പറഞ്ഞതിൽ തന്നെ, നമ്മൾ ആ കേട്ടതിൽ തന്നെ അദ്ദേഹത്തിന്റെ അപാരമായ ആത്മവിശ്വാസമുണ്ട്. അതിൽ തന്നെ അപാരമായ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചടി വന്നാൽ മറ്റാരുമല്ല, ഞാൻ തന്നെയല്ലേ ഉത്തരവാദി എന്ന് പറയുന്നത്. അല്ലെ, അത് പറയാനുള്ള ചങ്കൂറ്റം ഒരാൾ കാണിച്ചില്ലേ? 39,000 വോട്ടിൽ നിന്ന് 12,000. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പ്രതിഫലിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ചങ്കൂറ്റം. രാഷ്ട്രീയമായ വില്ലെന്ന് പറയുന്നത് നിജേഷ് അദ്ദേഹം പറയണമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. എന്റെ ശരത്തെ,
ഞാനൊരു 10 മിനിറ്റ് 2 മിനിറ്റ് സംസാരിച്ചോട്ടെന്നേ. നിങ്ങളിങ്ങനെ അസഹിഷ്ണുത നമ്മൾ കാണിക്കല്ലേ? തമ്മിലാണ് ഇതെന്താണ് സാർ? നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. താങ്കൾ പറഞ്ഞതിലെ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. വി ഡി സതീശന് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി ഇനി അത് ആവർത്തിക്കുന്നില്ല, വി ഡി സതീശന് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പരാജയം വരുമ്പോൾ പറയേണ്ട ആദ്യ വാചകം ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പ്രതിഫലിച്ചില്ല എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ശരിയായ രാഷ്ട്രീയം. ഒരു നേതാവിനെ നമ്മൾ കാണും. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 27,000 വോട്ട് CPM-ന്റെ പെട്ടിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുത്തു എന്നൊക്കെ അരുൺകുമാർ പറയുന്നു. എൻ്റെ അരുൺകുമാറെ 4 മാസം ഇപ്പോഴും പെൻഡിംഗ് ആണ്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞാൻ പറഞ്ഞു, ജേക്കബ് ജോർജ്, അദ്ദേഹത്തോട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥന, കോൺഗ്രസ് കുത്തഴിഞ്ഞതാണ്, കോൺഗ്രസിൽ ദാരിദ്ര്യമാണ് എന്നൊന്നും ദയവ് ചെയ്ത് പറയല്ലേ. ഞാൻ ആ ചേലക്കരയിലും പാലക്കാട്ടുമൊക്കെ ജൂൺ മാസം പകുതി മുതൽ ജോലിക്ക് പോയ ആളാണ്. അവിടുത്തെ ബൂത്ത് കമ്മിറ്റിയിൽ മുഴുവനായി പോയ ആളാണ്. ഇല്ലാത്തിടത്ത് ഉണ്ടാക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പാലക്കാട്ട് BJP ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു എന്ന് അരുൺകുമാർ പറയല്ലേ. എൻ്റെ അരുൺകുമാറെ, BJP-യുടെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ്. ആ BJP-യുടെ വോട്ട് കുറയുകയും കോൺഗ്രസിന്റെ വോട്ട് കൂടുകയും ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങളുടെ 700 വോട്ട് കൂടിയത് കൊണ്ടല്ല. അന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി, ഞാൻ ജേക്കബ് ജോർജിനോട് ചോദിക്കട്ടെ, 140 മണ്ഡലങ്ങളിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താൻ, ബൈ ഇലക്ഷനിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. പാലക്കാട് പോലെ ഒരിടത്ത് നേരത്തെയുള്ള ചരിത്രത്തെ തമസ്കരിച്ച് KK ദിവാകരനും നൌഷാദിനെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ പോലും ആളില്ലാത്ത ഗതികേടിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയാൻ ജേക്കബ് ജോർജ് തയ്യാറായോ? ഞങ്ങളുടെ കുത്തഴിഞ്ഞ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയില്ല എന്ന് ജേക്കബ് ജോർജ് പറഞ്ഞാൽ നിങ്ങളൊരു മാധ്യമ പ്രവർത്തനത്തിലെ സുതാര്യതയുണ്ട് എന്നും നിഷ്പക്ഷതയുണ്ട് എന്നും ഞാൻ അംഗീകരിക്കുമായിരുന്നു. മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വന്ന തേങ്ങയെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയതുപോലെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ UDF പ്രതിപക്ഷ നേതാവിന്റെ റോളും അതിലെ സെറ്റ് ബാക്കും അത് അദ്ദേഹത്തിൽ വിശ്വാസ്യത നഷ്ടം വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ മറുപടി പറഞ്ഞത്. അത് CPM-ഉം അല്ലെങ്കിൽ അത് നേരത്തെ ചർച്ച ചെയ്തപ്പോൾ അത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു ഘട്ടത്തിൽ LDF-ഉം വിധേയമായിട്ടുണ്ട്. ഇത് ചേലക്കരയുടെ പശ്ചാത്തലത്തിലാണ്. പാലക്കാട് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാത്തയിടത്ത് അദ്ദേഹം അതിലേക്ക് പോകില്ല, സ്വാഭാവികമല്ലേ. ചേലക്കരയുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്റെ ചോദ്യം. അതിനാണ് ജേക്കബ് ജോർജ് മറുപടി പറഞ്ഞത്. ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ മണിക്കൂറുകൾ ചർച്ചയ്ക്ക് കൊടുത്ത കോൺഗ്രസ് വിമതർ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു വോട്ട് സ്വാധീനിക്കാൻ സാധിച്ചോ? പാലക്കാട്ടെ BJP-യുടെ വോട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ വേണ്ടത്. ഇനി അരുൺ താങ്കളുടെ ഇതിലേക്ക് 18,000 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ SDPI പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എത്ര കുടുംബയോഗം നടത്തി, എത്ര നോട്ടീസ് അടിച്ചു, എത്ര പൊതുയോഗം നടത്തി, എത്ര പേർ അതിൽ പങ്കെടുത്തു, അങ്ങനെ 10,000 വോട്ട് SDPI കൊടുത്തു എന്ന് പറഞ്ഞു. 11,000 വോട്ട് BJP-യുടെ നഷ്ടപ്പെട്ടു. അപ്പൊ BJP-യുടെ വോട്ടും കിട്ടി, അതുപോലെ SDPI-യുടെ വോട്ടും കിട്ടി. ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങ് വലിയ തലത്തിലാണെന്ന് പറഞ്ഞു. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഞങ്ങൾ ചേലക്കരയിൽ ജോലിക്ക് പോയേക്കുമായിരുന്നു. ആ ജോലി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു, ഞങ്ങൾ വേണ്ട സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് കുറെ പേരെ ജോലിക്കൊക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ വോട്ടായി മാറില്ല മിസ്റ്റർ, വോട്ടായിട്ട് മാറില്ല. 40 MLA-മാർക്ക് മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. 17 ആണോ വലുത്, 4 ആണോ വലുത്? ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ 268 പേജ് താങ്കളൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. അതിൽ പറഞ്ഞിട്ടുണ്ട് 17 പേർ പിന്തുണച്ചത് സാക്ഷാൽ ചെന്നിത്തലയാണ്, 4 പേർ മാത്രമാണ് VD സതീശനെ പിന്തുണച്ചത്. ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം 4 പേരുടെ പിന്തുണയുള്ളയാൾ അടിച്ചെടുത്തു എന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നമ്മൾ കണ്ടില്ലേ, ഒരാളുടെ പേരാണ് DCC പ്രിഫർ ചെയ്തത്. ആ ഒരാളുടെ പേര് പോലും പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സംഘടനാ വിഷയങ്ങൾ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒച്ചപ്പാടും ബഹളമുണ്ടാക്കി അവസാനം ചർച്ച അലങ്കോലപ്പെടുത്തും. അദ്ദേഹത്തിന്റെ അവസരമാണ്. നിങ്ങൾ ആ വിമർശനം ഉന്നയിച്ചല്ലോ, നിങ്ങൾ നിജേഷ് അത് പറഞ്ഞു വെച്ചു. അതിനാ മറുപടി അദ്ദേഹം പറയാനുള്ളത് കേൾക്കാനുള്ള സഹിഷ്ണുത താങ്കൾ മുമ്പ് പറഞ്ഞല്ലോ നിജേഷ് കാണിക്കണം. വേണം വേണം അദ്ദേഹത്തിന്
സ്പേസ് കൊടുക്കുന്നു. ആരുടെ സ്പേസ് അല്ല, അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞതിൽ താങ്കൾ പറഞ്ഞതിലാണ്. അരുൺ കേട്ടിരിക്കുകയായിരുന്നു, അരുൺ ഇടപെട്ടിട്ടേ ഇല്ല. ചെയ്യാൻ അദ്ദേഹത്തിന് യെസ് സാധിക്കുന്നില്ല. അരുൺ പിന്നീട് അദ്ദേഹത്തിന് ഇനി അരുൺ യെസ് അരുൺ വളരെ ക്യുക്കായി സ്ഥിരം പരിപാടി ഇതാണ്. അതെ നിജേഷ്, അത് ശരിയല്ല. നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഉചിതമല്ല. ആയിക്കോളൂ, പ്രശ്നമില്ല. എല്ലാ കോൺഗ്രസ് പ്രതിനിധികളുടെയും സ്ഥിരം ശൈലി ഇതാണ്. എല്ലാ കോൺഗ്രസ് പ്രതിനിധികളും അവസാനത്തെ 5 മിനിറ്റ് ഒറ്റപ്പാടുണ്ടാക്കുക എന്നുള്ള അവരുടെ പൊതു തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ആ ആത്മകഥ എടുത്തൊന്ന് വായിച്ചു നോക്ക്. മിസ്റ്റർ 17 വലുത് അതോ 4 വലുത്? 17 പേർ പിന്തുണച്ച ചെന്നിത്തലയുടെ അവസ്ഥ എന്താണ്? 4 പേർ പിന്തുണച്ചയാൾ പ്രതിപക്ഷ നേതാവായി മാറി. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ ഉള്ളൂ. ഒരാളുടെ പേരല്ലേ DCC പാലക്കാട് റഫർ ചെയ്തത്. ആ പേര് പോലും പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ മെറിറ്റ് അല്ല പ്രാധാന്യം. അതുപോലെ തന്നെ കോൺഗ്രസിൽ തനിക്ക് ഭൂരിപക്ഷം താൻ എന്തും തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കുക. അതിനെയാണ് കോൺഗ്രസിൽ നിന്ന് വിമർശനം വന്നത്. ആ വിമർശനം വരുമ്പോൾ അദ്ദേഹം പറയുന്നു DCCയുടെ പ്രശ്നമാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് ശരി. ജേക്കബ് ജോർജ്, താങ്കളെ രണ്ട് വരിയേ ഉള്ളൂ സ്ഥലത്തെ. അതായത് സംഘടനാ ദൗർബല്യം ഉണ്ടായി എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ രേഖയുണ്ട്, ശബ്ദരേഖയുണ്ട്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ ദൗർബല്യമുണ്ട്. ഒരു തൃശ്ശൂരെ കാര്യം, കെ മുരളീധരൻ തന്നെ നട്ടും ബോൾട്ടും ഇല്ലാത്തൊരു പാർട്ടിയാണ് എന്നെ തെരഞ്ഞെടുപ്പിന് അയച്ചതെന്ന് സാക്ഷാൽ കെ മുരളീധരൻ പറഞ്ഞു. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, VD സതീശൻ UDF അധികാരത്തിൽ വന്നാൽ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇപ്പോഴത്തെ സ്ഥിതിക്ക്. യെസ്, ഏതായാലും ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. 3 പേർക്കും വളരെയധികം നന്ദി. ചേലക്കരയിലെ പരാജയം, ആ രാഷ്ട്രീയ പരാജയം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തോട് പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അതിന് സംഭവിക്കുന്ന തിരിച്ചടിയാകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് മേലേൽപ്പിക്കുന്ന ഒരു വലിയ മങ്ങലുണ്ട്. കാരണം സംഘടനാപരമായ ദൗർബല്യങ്ങൾ കൊണ്ടുള്ള പരാജയമെന്ന ധ്വനിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ മാറുന്നത് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം ശക്തമാകുന്നത്. മറ്റൊന്ന്, കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് കാട്ടിയ ഏറ്റവും ഹീനമായ സമീപനത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധത്തിൻ്റെ സ്വരം കൂടിയാണ് ന്യൂസ് ആൻഡ് വ്യൂസിൽ ഉയർന്നത്.